ഇന്ന് ഹോട്ട് സീറ്റിൽ നമ്മളോടൊപ്പം മിസ്റ്റർ മുകേഷ് എം നായർ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നെഗറ്റീവ് ഡിമാൻഡ്സ് ആണല്ലോ കൂടുതലുള്ളത്. അത് നെഗറ്റിവിറ്റി ആര് ചെയ്യുന്നു അവർക്കാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത്. ഇപ്പൊ ഈ താങ്കൾ ഈ പറയുന്ന പോലെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ പറയുന്ന മദ്യം പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളെ ആൾക്കാർ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷന്റെ രീതി അനുസരിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ താങ്കൾ ഒരു കഞ്ചാവ് വലിച്ച് കാണിക്കുകയാണെങ്കിൽ അത് മേടിക്കാനും കുത്തിത്തിരിപ്പ് വന്നില്ലല്ലോ എനിക്ക് തോന്നി. ഞാൻ ശാരിക മാഡത്തിനോട് ഒരു കാര്യം ചെയ്തു. മാഡം ഇപ്പൊ തലയിൽ അടിച്ചിരിക്കുന്ന ബ്രൗൺ കളർ അത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര കേടാണ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പക്ഷെ അത് മദ്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? അതിനേക്കാൾ വലിയ ഹാംഫുൾ കെമിക്കലാണ് നിങ്ങൾ തലയിൽ അടിച്ചിരിക്കുന്നത്. കെമിക്കൽ അല്ലേ നീ തലയിലടിച്ചിരിക്കുന്ന മൈലാഞ്ച് മെഹന്തി മിക്സ് ചെയ്താണ് അടിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല മാഡം, മെഹന്തി മിക്സ് ചെയ്ത് അടിച്ച ഈ കളർ വരില്ല. പക്ഷെ ഞാൻ അമോണിയ യൂസ് ചെയ്യാത്ത കളറാണ് അടിച്ചിരിക്കുന്നത്. ഞാൻ മുടി വിഗാണോ? ഏത് മുടി വിഗാണോ? ഞാൻ മുടി വിഗാണോ? ഏത് മുടി വിഗാണോ? മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയെന്നല്ലോ ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത്. വിഗല്ല, ഞാൻ ഹെയർ ഫിക്സിംഗ് എന്ന് പറയാം. അതുകൊണ്ട് മാഡത്തിന് അതിന്റെ അകത്ത് കുറച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. മുതലും പലിശ ചേർത്ത് കിട്ടി. താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കളുടെ മുടി വിഗാണോ എന്ന് ചോദിച്ചിട്ട് താങ്കൾ ഇപ്പൊ റിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയല്ലോ, തലയിലെ മുടിയല്ലോ ഞാൻ എടുത്ത് ഓ അങ്ങനെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ?